സാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇത്രയും അച്ഛൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പോലും പലയിടത്തും വിലങ്ങതടിയായി നിന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടായത്. എന്റെ മക്കളെയും ഇതുപോലെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇതേ രീതിയിൽ കൊണ്ടുവരണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അതേ രീതിയിൽ നിന്നല്ല, ഇപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഗുണവും ദോഷവും അറിയാമല്ലോ. അപ്പൊ കഴിവതും ദോഷം ഒഴിവാക്കി ആ സ്ട്രിക്ട്നെസിന്റെ ഗുണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും. എങ്കിലും ഞാൻ സ്ട്രിക്റ്റാ, കാരണം എനിക്കറിയാം ആ സ്ട്രിക്ട്നെസ് ഇവർക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിലും ഒരു 25-26 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. എൻ്റെ മക്കൾക്കും എന്താണ് സാമ്പത്തിക മാനേജ്മെൻറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, എന്താണ് ടാർഗറ്റ് അച്ചീവ്മെൻറ്റ്, എന്താണ് വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, നമ്മൾ ബിസിനസ്സിൽ ഒരു സംരംഭകത്വം നടത്തുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ പ്രാധാന്യം എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പ്രാധാന്യം എന്ത്. ഞാനിവിടെ നല്ല വഴക്കുണ്ടാക്കുന്ന ആളാണ്. വഴക്കുണ്ടാക്കുന്ന പ്രധാന കാര്യം കസ്റ്റമർക്ക് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കാവുന്ന ഓഫർ ചെയ്ത ഒരു കാര്യം കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ലേബറിൻ്റെ മാസികയുടെ 2 കാര്യങ്ങളാണ് ഞാനിവിടെ എപ്പോഴും എൻ്റെ മാനേജേഴ്സിനോടും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനോടും പറയുന്നത്. 2 കാര്യങ്ങളിൽ കോംപ്രമൈസ് ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്. ഒന്ന്, ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. 2, അതിൻ്റെ ടൈമിങ്, കറക്റ്റ് ടൈമിന് എത്തണം. ഈ 2 കാര്യത്തിൽ കോംപ്രമൈസ് ചിലപ്പോഴൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരുടെയെങ്കിലുമൊക്കെ തല ഉരുണ്ടിട്ടുണ്ട്. ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷെ അതിന് കനത്ത വില കൊടുത്തിട്ട് വന്നിട്ടുണ്ട്.